അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ കാണുന്ന എല്ലാ ദീനി സഹോദരങ്ങളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പടച്ച റബ്ബിൻ്റെ പുണ്യം കിട്ടും. റംസാനൊക്കെയാണ് വരുന്നത്. പടച്ച റബ്ബിൻ്റെ പുണ്യം കിട്ടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക. ഓക്കെ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. നേരെ മറിച്ച് ബൈക്കിലൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾ ബൈക്ക് പോലും ഇല്ലാതെ നടന്നു വരുന്ന ഒരാളെ കണ്ട് അവനെ നോക്കി ചിന്തിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവേ എനിക്ക് നീ ബൈക്ക് തന്നില്ലയോ, അയാൾക്ക് ബൈക്ക് പോലും നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്, അൽഹംദുലില്ലാഹ് നീ എനിക്ക് തന്ന നിഅമത്ത് എത്ര വലുതാണ്. അവ സന്തോഷമുണ്ടാവുക. മുകളിലേക്ക് നോക്കുന്തോറും നിരാശയും ടെൻഷനും കൂടുന്നതാണ്, താഴേക്ക് നോക്കുന്തോറും സന്തോഷം കൂടും. നമ്മളൊരു ചെറിയ ഓടിന്റെ വീട് വെച്ചു, നമ്മൾ അല്ലെങ്കിൽ ഒരു നില വീടുണ്ടാക്കി, എന്നിട്ട് അതിന് സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് അയൽവാസിക്ക് നല്ല മനോഹരമായ ഒരു വീട് വരുന്നത്. അപ്പൊ അതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് പറയാ, പഠിച്ചോനെ എന്റെ വീടെത്ര ചെറുത്ത, പഠിച്ചോനെ അയാള് വീടെത്ര പേര്, എനിക്ക് അങ്ങനെ ഒരു വീടുണ്ടായിരുന്നു. ഇങ്ങനെ വിഷമം പറയാം. അങ്ങനെ വലിയ വലിയ വീടുകളൊക്കെ കാണുമ്പോൾ ആ വീടുകളെ നോക്കുന്ന ആളുകൾ അങ്ങനെ നോക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ നിരാശ കൂടുകയാണ്. നേരെ മറിച്ച് നിങ്ങളെക്കാളും താഴേക്കിടയിലുള്ളവർ, വീടില്ലാത്ത ആളുകൾ, പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവർ, കോട്ടേഴ്സിൽ കിടന്നുറങ്ങുന്നവർ ഇല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ. പീഡികത്തിണ്ണയിലും കോട്ടേഴ്സിലും വാടകത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ നമ്മളെക്കാളും മനോഹരമായ വീട് വെച്ച ആളുകളെ നോക്കി എനിക്കതില്ലല്ലോ എന്ന ചിന്തയാണെങ്കിൽ ജീവിതത്തിൽ നിരാശ മാത്രമായിരിക്കും. പെരുന്നാളിന് മനോഹരമായ വസ്ത്രം ഭർത്താവ് വാങ്ങിച്ചു തന്നു, നല്ല വസ്ത്രം, അങ്ങനെ പെരുന്നാളിന്റെ ദിവസം അയൽവാസി വീട്ടിലേക്ക് വന്നു, അവളുടെ വസ്ത്രം ധരിച്ച് ആ വസ്ത്രം നോക്കിയിട്ട് പെണ്ണ് പറയാണ്, എന്തൊരു രസാണ് ഈ വസ്ത്രം, എന്റെ വസ്ത്രം. അപ്പോഴാണ് നിരാശയുണ്ടാകുന്നത്. നേരെ മറിച്ച് ആ പെരുന്നാളിന് വസ്ത്രം പോലും വാങ്ങാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിന്തിക്കുമ്പോ എന്തോരം ഭാഗ്യവാന്മാരാണ് നമ്മളെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ്. നമ്മൾക്കൊരു തലവേദന വരുമ്പോഴേക്കും നമ്മൾ പറയുന്നു, യാ അല്ലാഹ് എനിക്ക് മാത്രം തലവേദന, എനിക്ക് മാത്രം പനി. എന്നാൽ കാലാകാലം ക്യാൻസർ ബാധിച്ച്, ഷുഗർ ബാധിച്ച്, എയ്ഡ്സ് ബാധിച്ച്, മറ്റുള്ള വിവിധ രോഗങ്ങൾ ബാധിച്ച് നടക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത, ജോലി ചെയ്യാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലും കുടുംബങ്ങളിലും ഉണ്ടാകുമ്പോ ചെറിയ ഒരു അസുഖത്തിന്റെ പേരിൽ നമ്മൾ വേദനിച്ചാൽ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക? അതുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുമ്പോ എനിക്ക് എത്രത്തോളം ആരോഗ്യം അല്ലാഹു തന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിൽ നിരാശയില്ലാതിരിക്കാൻ, ജീവിതത്തിൽ ദുഃഖമില്ലാതിരിക്കാൻ, സന്തോഷത്തോടെ മരണം വരെ ജീവിക്കാനുള്ള വഴി എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും താഴേക്കിടയിലുള്ള